പ്രതിഷേധ സംഗമം മഹാറാലിയും ഈ കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിന്റെ തിരുസന്നിധിയിൽ നിന്നും ആരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിലും ഈ മഹാറാലിയിലും പങ്കുചേരാൻ എത്തിയിരിക്കുന്ന മുഴുവൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകരും മറ്റ് വിശ്വാസികളും ഈ വാഹനത്തിന് പിറകിലായി അണിനിരക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇടതുപക്ഷ സംരക്ഷണത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ശബരിമല ക്ഷേത്രത്തിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ചിതറ ചടയമംഗലം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രോഷാഗ്നി എന്ന പ്രതിഷേധ മാർച്ച് ചടയമംഗലം കുഞ്ഞയ്യപ്പ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച് ചടയമംഗലം മഹാദേവ ക്ഷേത്ര സമീപം സമാപിക്കുകയാണ്. കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ രോഷാഗ്നിയുടെ തത്സമയ സംരക്ഷണമാണ് ഞങ്ങൾ ശശി TV പ്രേക്ഷകരിലെത്തിക്കുന്നത്. അതിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കൊടിയും കൂടെ എടുത്തു മനസ്സിലായോ? എങ്ങനെ പോലെ ഞാനത് ഇന്ന് രാവിലെയാണ് പ്രിയപ്പെട്ടവരെ, ഈ വാഹനത്തിന് ഫ്രണ്ടിൽ നിൽക്കുന്ന മുഴുവൻ ആളുകളും ഈ വാഹനത്തിന് ബാക്കിലേക്ക് വരേണ്ടതാണ്. നമ്മള് ഇവിടെ നിന്ന് ചിട്ടയായ ഒരു പ്രകടനമാണ് ഉദ്ദേശിക്കുന്നത്. കൃത്യമായി എല്ലാവരും മുദ്രാവാക്യം ഏറ്റുചൊല്ലിക്കൊണ്ട് വേണം ഈ പ്രകടനത്തിൽ പങ്കെടുക്കുവാൻ. എല്ലാവരും ഈ പ്രചരണ വാഹനത്തിന് തൊട്ട് ബാക്കിലായി അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വരണേ, പൊടി പിടിച്ചോ വണ്ടി മുമ്പോട്ടാകുമ്പോഴത്തേക്ക് വണ്ടി മുമ്പേ പോകും. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണ വിഷയവുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് ചിതറ ചടയമംഗലം മണ്ഡല കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന രോഷാഗ്നി എന്ന പ്രതിഷേധ മാർച്ച് ചടയമംഗലം കുഞ്ഞയ്യപ്പ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കുകയാണ്. നമ്മുടെ പ്രതിഷേധ റാലി ആരംഭിക്കാൻ പോവുകയാണ്. മുഴുവൻ പ്രവർത്തകരും ഈ വാഹനത്തിന് പിറകിലായി, കൊടികൾക്ക് പിറകിലായി അണിനിരക്കണമെന്ന് അറിയിക്കുന്നു. വിശ്വാസികളുടെ സംഗമ ഭൂമിയായിട്ടുള്ള, മതേതര മനസ്സുകളുടെ ഐക്യഭൂമിയായിട്ടുള്ള ശബരിമലയിലെ സ്വർണ്ണ കുംഭങ്ങൾ വരെ അടിച്ചുമാറ്റി ഈ നാടിനെ കലാപഭൂമിയാക്കുന്ന, വിശ്വാസികളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒത്താശയോടുകൂടി നടക്കുന്ന പിണറായി സർക്കാരിന്റെ നെറികേടുകൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ചടയമംഗലം ചിതറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ റാലി ഈ വാഹനത്തിന് തൊട്ട് പിന്നിലായി ഇതാ കടന്നു വരികയാണ്.
ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയ പൊക്കോട്ട് കയറിക്കോളാം, കുഴപ്പമില്ല. ഹലോ ഹലോ സിന്ദാബാദ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് പ്രക്ഷേപണ സിന്ദാബാദ് പ്രക്ഷേപണ സിന്ദാബാദ്. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, പിണറായി വിജയനും കൂട്ടരും ചേർന്ന് അയ്യപ്പന്റെ സ്വർണ്ണപ്പാളിയും അടിച്ചു മാറ്റിയതറിഞ്ഞില്ലേ? അയ്യയ്യോ, ഇത് നാണക്കേട്. പ്രതികരിക്കുക നാട്ടാരെ. കല്ലും മുള്ളും അയ്യപ്പന്, സ്വർണവും പണവും പിണറായിക്ക്. അയ്യയ്യോ, ഇത് നാണക്കേട്. കാട്ടുകള്ള പ്രശാന്തേ, പിണറായിയുടെ കൂട്ടുകള്ള, രാജിവെച്ച് പുറത്ത്. നമ്മുടെ DCC ഭാരവാഹികളും ബ്ലോക്ക് പ്രസിഡന്റുമാരും DCC എക്സിക്യൂട്ടീവ് അംഗങ്ങളും മുമ്പിൽ നിൽക്കണം. മറ്റാരും ഇരിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തൊട്ട് ബാക്കിലുള്ളവർ വരുന്നവരെ നമ്മൾ വളരെ സ്ലോയി കെട്ടേ പോകാം, സ്പീഡ് കുറച്ച് പോകും. കാരണം ബാക്കിൽ എല്ലാ ജാഥകളും ബാക്കിൽ കുറച്ച് ആളുകൾ സ്കാറ്റേഡായി എല്ലാവരും കൂട്ടത്തോടി പോയത്. പക്ഷേ ഇത് ഈ കാറ്റഗറിയിലുള്ളവർ നിൽക്കണം. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുൻപിട്ടുള്ളതാണ്. പ്ലീസ് മുദ്രാവാക്യം എല്ലാവരും വിളിക്കണം. പതുക്കേ പോകാം. മുമ്പ് ഇരിക്കുന്നവർ പതുക്കേ പോകാം. ഒരു നേതാക്കന്മാരായിട്ടുള്ളവരെല്ലാവരും മുമ്പിൽ നിന്നോട്ട്. ബാക്കിയുള്ളവർ സെക്കൻഡ് റൗണ്ടിൽ സിന്ദാബാദ് 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 നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് പ്രക്ഷേപണ സിന്ദാബാദ്. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, പിണറായി വിജയനും കൂട്ടരും ചേർന്ന് അയ്യപ്പന്റെ സ്വർണ്ണപ്പാളിയും അടിച്ചു മാറ്റിയതറിഞ്ഞില്ലേ? പ്രതികരിക്കുക നാട്ടാരെ. കല്ലും മുള്ളും അയ്യപ്പന്, സ്വർണ്ണവും പണവും പിണറായിക്ക്. അയ്യയ്യോ, ഇത് നാണക്കേട്. കേരള നാടിന് അപമാനം. കാട്ടുകള്ള പ്രശാന്തേ, പിണറായിയുടെ കൂട്ടുകള്ള, രാജിവെച്ച് പുറത്ത്. വിശ്വാസത്തിൻ പേര് പറഞ്ഞ് വിശ്വാസികളെ പറ്റിച്ച പിണറായി വിജയ മൂരാച്ചി, നാണമുണ്ടോ നിങ്ങൾക്ക്? ശബരിമലയും കെട്ടുമുടിച്ച കാട്ടുകള്ള പിണറായി. ഇല്ല മാപ്പില്ല. നിങ്ങൾക്കിവിടെ മാപ്പില്ല. ദേവസ്വത്തിൻ സ്വത്തെല്ലാം അടിച്ചു മാറ്റും വകുപ്പ് മന്ത്രി വി എൻ വാസവ മൂരാച്ചി. നാണമുണ്ടോ ഉളുപ്പുണ്ടോ? രാജിവെച്ച് പോ പുറത്ത്. ഇതുപോലൊരു നാറിയ ഭരണം
ഇതുപോലൊരു നാളിക ഭരണം കേരള ജനത കണ്ടിട്ടില്ല. കേരള ജനത കണ്ടിട്ടില്ല. സ്വപ്നമാരും പാർട്ടിമാരും പിണറായിയുടെ ഭരണത്തിൽ കേരള മണ്ണ് ഭരിക്കുന്നു. അയ്യയ്യേ, ഇത് നാണക്കേട്, ഇത് മാനക്കേട്. ശബരിമലയും കെട്ടുമുടിച്ച് വിശ്വാസികളെ വഞ്ചിച്ച കേരള മുഖ്യ പിണറായി ദേവസ്വത്തിൻ പ്രസിഡന്റ് കാട്ടുകള്ള പ്രശാന്ത്, വകുപ്പ് മന്ത്രി വാസവ രാജിവെച്ച് പോ പുറത്ത്. നിങ്ങൾക്കെതിരെ ഉയരുന്നു പ്രതിഷേധത്തിൻ തീജ്വാല. നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്. പ്രതിഷേധ പ്രകടനം സിന്ദാബാദ്. നിങ്ങൾ ഒഴിഞ്ഞോ നാട്ടാരെ, പിണറായി വിജയനും കൂട്ടരും ചേർന്ന് അയ്യപ്പന്റെ സ്വർണ്ണപ്പാളിയും അടിച്ചു മാറ്റിയത് അറിഞ്ഞില്ലേ? അയ്യോ, ഇത് നാണക്കേട്, ഇത് മാനക്കേട്. കേരള നാടിന് അപമാനം. പ്രതികരിക്കുക നാട്ടാരെ. കല്ലും മുള്ളും അയ്യപ്പന്, സ്വർണ്ണവും പണവും പിണറായിക്ക്, കാട്ടുകള്ള പ്രശാന്ത്, പിണറായിയുടെ കൂട്ടുകള്ള രാജിവെച്ച് പോ പുറത്ത്. വിശ്വാസത്തിൻ പേര് പറഞ്ഞ് വിശ്വാസികളെ പറ്റിച്ച പിണറായി വിജയ മൂരാച്ചി, നാണമുണ്ടോ നിങ്ങൾക്ക്? ശബരിമലയും കട്ടുമുടിച്ച കാട്ടുകള്ള പിണറായി. ഇല്ല മാപ്പില്ല. നിങ്ങൾക്കിവിടെ മാപ്പില്ല. ദേവസ്വത്തിൻ സ്വത്തെല്ലാം അടിച്ചു മാറ്റും വകുപ്പ് മന്ത്രി വി എൻ വാസവ മൂരാച്ചി. നാണമുണ്ട്, ഉളുപ്പുണ്ട്. രാജിവെച്ച് പോ പുറത്ത്. ഇതുപോലൊരു നാറിയ ഭരണം കേരള ജനത കണ്ടിട്ടില്ല. സ്വപ്നമാരും പാർട്ടിമാരും പിണറായിയുടെ ഭരണത്തിൽ കേരള മണ്ണ് ഭരിക്കുന്നു. ശബരിമലയും കെട്ടുമുടിച്ച് വിശ്വാസികളെ വഞ്ചിച്ച കേരള മുഖ്യ പിണറായി ദേവസ്വത്തിൻ പ്രസിഡന്റ് കാട്ടുകള്ള പ്രശാന്ത് വകുപ്പ് മന്ത്രി വാസവ രാജിവെച്ച് പോ പുറത്ത്. നിങ്ങൾക്കെതിരെ ഉയരുന്നു പ്രതിഷേധത്തിൻ തീജ്വാല.
നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, കൃഷകഭരണം സിന്ദാബാദ്. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, പിണറായി വിജയനും കൂട്ടരും ചേർന്ന്, പിണറായി വിജയനും കൂട്ടരും ചേർന്ന് അയ്യപ്പന്റെ സ്വർണ്ണപ്പാളിയും, അയ്യപ്പന്റെ സ്വർണ്ണപ്പാളിയും അടിച്ചു മാറ്റിയതറിഞ്ഞില്ലേ, അടിച്ചു മാറ്റിയതറിഞ്ഞില്ലേ? പ്രതികരിക്കുക, പ്രതികരിക്കുക, പ്രതികരിക്കുക നാട്ടാര്. കല്ലും മുള്ളും അയ്യപ്പന്, കല്ലും മുള്ളും അയ്യപ്പന്. സ്വാമിയേ ശരണയ്യപ്പ, കല്ലും മുള്ളും അയ്യപ്പന്. സ്വർണവും പണവും പിണറായിക്ക്, സ്വർണവും പണവും പിണറായിക്ക്. കാട്ടുകള്ള പ്രശാന്ത്, കാട്ടുകള്ള പ്രശാന്ത്. പിണറായിയുടെ കൂട്ടുകള്ള, പിണറായിയുടെ കൂട്ടുകള്ള രാജിവെച്ച് പുറത്ത്. അയ്യോ ഇത് നാണക്കേട്, നാണക്കേട്, ഇത് മാനക്കേട്. വിശ്വാസത്തിൻ പേര് പറഞ്ഞ്, വിശ്വാസത്തിൻ പേര് പറഞ്ഞ് വിശ്വാസികളെ പറ്റിച്ച പിണറായി വിജയ മൂടാച്ചി, പിണറായി വിജയ മൂടാച്ചി. നാണമുണ്ടോ നിങ്ങൾക്ക്, നാണമുണ്ടോ നിങ്ങൾക്ക്? ശബരിമലയും കെട്ടുപിടിച്ച കാട്ടുകള്ള പിണറായി, കാട്ടുകള്ള പിണറായി. ഇല്ല ഇല്ല മാപ്പില്ല, ഇല്ല ഇല്ല മാപ്പില്ല. നിങ്ങൾക്കിവിടെ മാപ്പില്ല. ദേവസ്വത്തിൻ സ്വത്തല്ല, ദേവസ്വത്തിൻ സ്വത്തല്ല. അടിച്ചുമാറ്റും വകുപ്പ് മന്ത്രി, അടിച്ചുമാറ്റും വകുപ്പ് മന്ത്രി വീരൻ ദാസൻ മുഴക്കി, വീരൻ ദാസൻ മുഴക്കി. കിട്ടണം അവിടെ കൈ വെക്കോണ്ട് ശബരിമലയും കെട്ടുപിടിച്ച് വിശ്വാസികളെ വഞ്ചിച്ച് കേരള മുഖ്യ പിണറായി, കേരള മുഖ്യ പിണറായി, ദേവസ്വത്തിൻ പ്രസിഡന്റ് കാട്ടുകള്ള പ്രശാന്ത്, വകുപ്പ് മന്ത്രി വാസവ രാജിവെച്ച് പുറത്ത്. നിങ്ങൾക്കെതിരെ ഉയരുന്നു, നിങ്ങൾക്കെതിരെ ഉയരുന്നു പ്രതിഷേധത്തിൻ തീജ്വാല, പ്രതിഷേധത്തിൻ തീജ്വാല. നാഷണൽ കോൺഗ്രസ്, നാഷണൽ കോൺഗ്രസ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ്, പ്രക്ഷോഭരണം സിന്ദാബാദ്, പ്രക്ഷോഭരണം സിന്ദാബാദ്. നിങ്ങൾ ഒഴിഞ്ഞോ നാട്ടാരെ, പിണറായി വിജയനും കൂട്ടരും ചേർന്ന്, പിണറായി വിജയനും കൂട്ടരും ചേർന്ന് അയ്യപ്പന്റെ സ്വർണ്ണപ്പാളിയും, അയ്യപ്പന്റെ സ്വർണ്ണപ്പാളിയും അടിച്ചു മാറ്റിയത് അറിഞ്ഞില്ലേ? സ്വാമിയേ ശരണയ്യപ്പ, പ്രതികരിക്കുക, പ്രതികരിക്കുക, പ്രതികരിക്കുക നാട്ടാരെ. കല്ലും മുള്ളും അയ്യപ്പന്, കല്ലും മുള്ളും അയ്യപ്പന്. സ്വർണവും പണവും പിണറായിക്ക്. അയ്യോ ഇത് നാണക്കേട്,
രാജിവെച്ച് പോപുറത്ത് വിശ്വാസത്തിൻ പേര് പറഞ്ഞ് വിശ്വാസികളെ പറ്റിച്ച് പിണറായി വിജയ മുരാച്ചി നാളമുണ്ടോ നിങ്ങൾക്ക്? ശബരിമലയും കെട്ടുപിടിച്ച പിണറായി വിജയ മുരാച്ചി രാജിവെച്ച് പോപുറത്ത് സ്വാമിയെ ശരണയ്യപ്പ പിണറായി വിജയ കാട്ടുകളോ രാജിവെച്ച് പോപുറത്ത് സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് പ്രശോഭനം സിന്ദാബാദ് നിങ്ങൾ ഒഴിഞ്ഞ നാട്ടാറ് അയ്യപ്പന്റെ സ്വർണ്ണപ്പാളിയും അടിച്ചു മാറ്റിയതറിഞ്ഞില്ലേ? ഇങ്ങോട്ട് മാറിയോ? സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് പ്രശോഭരണം സിന്ദാബാദ് നിങ്ങളറിഞ്ഞ നാട്ടാറ് പിണറായി വിജയനും കൂട്ടരും ചേർന്ന് അയ്യപ്പന്റെ സ്വർണ്ണപ്പാടിയും അടിച്ചു മാറ്റിയതറിഞ്ഞില്ലേ? പ്രതികരിക്കുക നാട്ടാര്. കല്ലും മുള്ളും അയ്യപ്പന് സ്വർണ്ണവും മറവും പിണറായിക്ക്. അയ്യോ ഇത് നാണക്കേട്, കേരള നാടിന്റെ അപമാനം. സിന്ദാബാദ് നാഷണൽ കോൺഗ്രസ് സിന്ദാബാദ് പ്രശോഭനം സിന്ദാബാദ്. പ്രിയമുള്ളവരെ, എല്ലാവരും ഉള്ള കസേരകളിൽ ഇരിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ റോഡിന്റെ മറു സൈഡിൽ നിൽക്കുന്ന നമ്മുടെ പ്രവർത്തകരും ഇവിടെ പരിമിതമായ സൗകര്യമാണ്. എല്ലാവരും അതുപോലെ ബസ്സുകളെ റോഡ് തടസ്സപ്പെടുത്താതെ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പോലീസിന്റെ നിയന്ത്രണങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവരും നമുക്ക് റോഡ് ബ്ലോക്ക് ചെയ്യാനോ പാസഞ്ചേഴ്സിനെ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല എന്ന് അഭ്യർത്ഥിക്കുന്നു. ഹലോ, പ്രിയമുള്ള പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഈ റോഡിന് മറുവശത്ത് നിൽക്കുന്നവർ കൂടി ഇപ്പുറത്തെ സൈഡിലേക്ക് നിന്നാൽ വാഹനങ്ങൾക്ക് പോകുവാൻ സൗകര്യമുണ്ടാകും. അതുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്നവർ കൂടി ഈ സൈഡിലേക്ക് വന്ന് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ സമര രോഷാഗ്നി ഇവിടെ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി ചടയങ്കലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ പി ആർ സന്തോഷ് അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യരെ, നമ്മുടെ പ്രതിഷേധ സംഗമം ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇന്നത്തെ ഈ പ്രതിഷേധത്തിന്റെ കാരണം, നമ്മുടെ ഈ പ്രതിഷേധം ആരംഭിക്കുമ്പോൾ നമ്മുടെ ഈ പ്രതിഷേധ സമ്മേളനത്തോടനുബന്ധിച്ച് ഇതിന് ഈശ്വര പ്രാർത്ഥന ആലപിക്കുന്നതിന് ശ്രീ ഹരിയെ ക്ഷണിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പോ, സ്വാമിയേ ശരണമയ്യപ്പോ, സ്വാമിയേ ശരണമയ്യപ്പോ. അഖിലാണ്ട മണ്ഡലമണിയിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി
പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീയെന്നും സുരഗോള ലക്ഷങ്ങൾ അണിയിട്ടു നിൽക്കേ അവികല സ്നേഹത്തിൻ ബന്ധം പുലർത്തി അതിനൊക്കെ ആധാര സൂത്രമിണക്കി കുടികൊള്ളും സത്യമേ ശരണം നീ നിത്യം. നമ്മുടെ ഈ പ്രതിഷേധ സംഗമത്തിന്, ഈ സമ്മേളനത്തിന് സ്വാഗതം പറയുവാൻ ബഹുമാനായ ചിത്ര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ശ്രീകുമാർ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ റോഡിനപ്പുറത്ത് നിന്ന് ഈ യോഗം വീക്ഷിക്കുന്നവർ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്ന് നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സുഗമമായ വാഹന ഗതാഗതത്തിന് നിങ്ങൾ കൂടി ഇപ്പുറത്ത് വരേണ്ടത് അത്യാവശ്യമാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ചടയമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ PR സന്തോഷ്. ഈ യോഗം ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേരുന്ന മുൻ ദേവസ്വം ബോർഡ് മന്ത്രി കൂടിയായ പി ശിവകുമാർ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന നമ്മുടെ പ്രിയങ്കനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ MM നസീർ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ശ്രീ D ചന്ദ്രബോസ്, ശ്രീ VT സിബി, ശ്രീ ചിത്ര മുരളി, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ ശ്രീ റാഫി, ശ്രീ റിയാസ്, ശ്രീ ഹുമയൂൺ കബീർ, ശ്രീ പ്രകാശ് B നായർ, ശ്രീ മണി, ശ്രീ ദീപു, ശ്രീ ഷമീം ചിത്ര, ശ്രീ SR ബിനോജ്, ശ്രീ രാമേന്ദ്രപിള്ള കോട്ടക്കൽ, ശ്രീ PG സുരേന്ദ്രൻ മടത്തറ, ശ്രീ അനിൽകുമാർ ആരാമം, അജയദാസ് ആൽത്രമൂട്, ശ്രീ ഇളമാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാലിയോട് ജേക്കബ്, ശ്രീ കൊല്ലായി സുരേഷ്, ശ്രീ നിസാം ആക്കൽ, നിലമേ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷമീന പറമ്പിൽ, ശ്രീ KG സാബു, VO സാജൻ, ശ്രീ ഹാഷിം, MA ഹാഷിം ഉൾപ്പെടെ മറ്റ് പോഷക സംഘടനകളുടെ നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള സമര ജാഥകൾ നടക്കുകയാണ്. നമുക്കറിയാം, ശ്രീ പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വിഷയങ്ങൾ. ശബരിമല എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ, വിശ്വാസികളുടെ, ഏറ്റവും വലിയ വിശ്വാസികളുടെ ഒരു ക്ഷേത്രമാണ്. അത് ജാതി മത ചിന്തകൾക്ക് അതീതമായി അയ്യപ്പൻ എന്ന് പറയുന്ന ആ ദൈവസങ്കല്പത്തെ കേരളീയ സമൂഹം വർഷങ്ങളായി ആരാധിക്കുന്ന ഒരു സങ്കല്പമാണ്. പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം തുടക്കം മുതൽ തന്നെ ശബരിമല എന്ന് പറയുന്ന ആ ക്ഷേത്രത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അത് പല തരത്തിലും പല രീതിയിലും നമ്മൾ കണ്ടതാണ്. അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളെ ലംഘിക്കുന്നതിന് വേണ്ടി സ്ത്രീകളെ ഉൾപ്പെടെ ശബരിമലയിലേക്ക് കയറ്റിവിട്ട് അനേക ലക്ഷം ഭക്തരുടെ മനസ്സിൽ ഈ ഗവൺമെന്റ് അത്രയേറെ ശാപം പിടിച്ചുപറ്റിയ ഒരു കാലഘട്ടമായിരുന്നു 2019 കാലഘട്ടം. എന്നാൽ അതിനുശേഷം പലപ്പോഴായി ശബരിമലയുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളിലും ഗവൺമെന്റ് ഈ പറയുന്ന വിശ്വാസികൾക്കെതിരായ സമീപനമാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന സംഭവം എന്താണ് നമ്മൾ ആലോചിക്കണം. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ആവാലവൃത്തം കേന്ദ്രങ്ങളിലും കട്ടുമുടിച്ച ഈ ഗവൺമെന്റ് കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഈ കേരളത്തെ ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ഈ ഗവൺമെന്റ് ശബരിമല അയ്യപ്പന്റെ സ്വന്തം പാളികൾ കൂടി കട്ടു എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റ് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം. പിണറായിയുടെ നേതൃത്വത്തിൽ ഈ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് മാത്രമാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന ഒരു വലിയ പരിപാടി നടത്തി. ഏതാണ്ട് 1200 1300 പേര് പങ്കെടുത്ത ആ പരിപാടിക്ക് ഏതാണ്ട് കോടിക്കണക്കിന് രൂപ, 8 കോടി രൂപയോളമാണ് ആ പരിപാടിക്ക് ചിലവായതായി നമ്മൾ കണക്കുകൾ കണ്ടത്.
ആ ആഗോള അയ്യപ്പ സംഗമം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അത്തരത്തിലൊരു ആഗോള അയ്യപ്പ സംഗമം നടത്തി ആ ശബരിമലയുടെ രൂപം തന്നെ മാറ്റി, അവിടുത്തെ കെട്ടിടങ്ങളുടെ രൂപം തന്നെ മാറ്റി പുതിയൊരു മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. ഇതുവരെ ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടില്ല. ആരാണ് ഇതിനകത്തെ കള്ളൻ? ഈ കള്ളൻ ആരാണ്? ഈ ഗവൺമെന്റിലേക്കാണ് ഈ കാര്യങ്ങളെല്ലാം തിരിയുന്നത്. ദേവസ്വം ബോർഡ് മന്ത്രിയും ഈ പറയുന്ന പോറ്റിയും ഒക്കെയുള്ള തമ്മിലുള്ള ബന്ധങ്ങൾ പല ചിത്രങ്ങളിൽ കൂടി നമ്മൾ ദിവസവും സോഷ്യൽ മീഡിയയിൽ കൂടി കാണുന്നു. ഇത്തരത്തിൽ ഈ ഗവൺമെന്റിലേക്ക് ഈ വലിയ കളവ് ഈ ഗവൺമെന്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായും വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങേയറ്റം പ്രതിഷേധിക്കേണ്ട ഒരു സംഭവമാണ്. ഈ നാട്ടിലെ സാധാരണക്കാരുടെ ജനജീവിതം നശിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ 9 വർഷക്കാലം ഈ എല്ലാ മേഖലകളിലും കെടുകാര്യസ്ഥതയും അഴിമതിയും കൊണ്ട് നിറച്ച ഈ ഗവൺമെന്റ് ഏറ്റവും അവസാനം അയ്യപ്പനെ കൂടി തട്ടിക്കൊണ്ടുപോകുന്ന തരത്തിൽ, അയ്യപ്പ വിഗ്രഹം പോലും അവിടെ ഉണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ പിണറായി സർക്കാരിനെതിരെയുള്ള ഏറ്റവും വലിയൊരു പ്രതിഷേധമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. നേരത്തെ പേര് പറഞ്ഞ എല്ലാ നേതാക്കന്മാരെയും ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇത് വീക്ഷിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർ, പ്രവർത്തകർ, മറ്റ് വിശ്വാസികൾ, പൊതുജനങ്ങൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ബഹുമാനായ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഏറെ പ്രിയപ്പെട്ട ശ്രീ എം നസീർ അവർകൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനരായ മുഴുവൻ നേതാക്കന്മാർ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തുന്ന ഏറെ ബഹുമാനായ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VS ശിവകുമാർ അവർകൾ, മാധ്യമ പ്രവർത്തകർ, വിശ്വാസ സമൂഹം, വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ, ഓട്ടോ തൊഴിലാളികൾ, മറ്റ് സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള പ്രിയമുള്ളവരെ, പ്രിയ സുഹൃത്തുക്കളെ, ജനാധിപത്യ വിശ്വാസികളെ, നാട്ടുകാരെ, നമ്മുടെ നാട് ഇന്ന് വലിയ വെല്ലുവിളി നേരിടുകയാണ്. ബഹുമാന്യരെ, കുഞ്ഞയ്യപ്പ ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച് ഈ മഹാദേവ ക്ഷേത്രത്തിന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേർന്ന ഈ പ്രതിഷേധ റാലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്തുവെങ്കിലും എല്ലാ വിശ്വാസ സമൂഹത്തിന്റെ പ്രതിനിധികളും മുഴുവൻ ആളുകളും ഒറ്റ മനസ്സോടുകൂടിയാണ് ഈ പ്രതിഷേധത്തിൽ പങ്കുചേരുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. ശബരിമല പോലെയുള്ള ഏറ്റവും വലിയൊരു വിശ്വാസ സംഗമ ഭൂമിയെ കലാപഭൂമിയാക്കുവാനാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ആദ്യം ശ്രമിച്ചത്. വിശ്വാസികളുടെ വിശ്വാസത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടേക്ക് വനിതാ പ്രവേശനമടക്കമുള്ള കാര്യങ്ങൾ നടത്തുവാൻ വലിയ തിടുക്കം കാണിച്ച ഈ ഗവൺമെന്റ് അതിന് വലിയ വില കൊടുത്തു. ഇവർക്കെന്ത് വിശ്വാസം? കടക്കൽ ദേവിയുടെ തിരുസന്നിധിയിൽ, കടക്കൽ അമ്മയുടെ തിരുസന്നിധിയിൽ വിപ്ലവഗാനം ആലപിച്ച് ആ ക്ഷേത്ര സന്നിധിയുടെ പരിഭാവനത പോലും നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾക്ക്
എന്ത് വിശ്വാസം? ഞങ്ങൾ വിശ്വാസികൾ ഇന്നും വിശ്വസിക്കുന്നു. ഇപ്പോ ജില്ലാ മെഡിക്കൽ ടീം മുഴുവൻ കടക്കൽ ദേവീ ക്ഷേത്രത്തിന്റെ മുന്നിലുള്ള കുളത്തിൽ പരിശോധനയുമായി വന്നിരിക്കുകയാണ്. ഈ മുടിഞ്ഞവന്മാർ കയറി വന്നതിന് ശേഷം ഈ നാടിനെ മുഴുവൻ നശിപ്പിക്കുന്ന മസ്തിഷ്ക ജ്വരത്തിന്റെ അണുക്കൾ പോലും ആ കുളത്തിൽ വലിയ തോതിൽ വന്നു ചേർന്നിരിക്കുന്നു എന്ന വാർത്ത വലിയ വേദനയോടുകൂടിയാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഈശ്വര വിശ്വാസികൾ വിശ്വസിക്കുന്നത് കടക്കലമ്മയുടെ കോപം ഈ ഭരണകൂടത്തിനെതിരെ, അവിടുത്തെ ഭരണസമിതിക്കെതിരെ ഉണ്ടായിരിക്കുന്നു എന്ന് വ്യാഖ്യാനിക്കുവാൻ ഒരു വിശ്വാസി എന്ന നിലയിൽ ഞാൻ തയ്യാറാകുന്നു. അതിനുശേഷം ഓരോ ദിവസവും ഈ പാർട്ടി ഈ നിയോജക മണ്ഡലത്തിൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നാം കാണുന്നത്. ഈ കേരള മണ്ണിൽ ഈ കമ്മ്യൂണിസ്റ്റുകൾ തകർന്നടിയാൻ പോകുന്നതിന്റെ സൂചനയാണ് വിശ്വാസ സമൂഹം നെഞ്ചേറ്റിയിരിക്കുന്ന മതേതര മനസ്സിന്റെ പ്രതീകമായിട്ടുള്ള ശബരിമലയിലെ ശ്രീധർമ്മശാസ്താവിനെ, ആ ക്ഷേത്രത്തിലെ പാളികളെ, സ്വർണ്ണ പാളികളെ വിശ്വാസ സമൂഹം അവന്റെ എല്ലാ മുതലും ചേർത്തുവെച്ച് ഉറുമ്പ് അരിമണി കൂട്ടുന്നത് പോലെ കൂട്ടിവെച്ചുണ്ടാക്കുന്നത് മുഴുവൻ ഈ ക്ഷേത്രത്തിന് സമർപ്പിച്ചു. ആരാധ്യനായ കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന, പ്രിയങ്കരനായിരുന്ന ശ്രീ VS ശിവകുമാർ അവർക്ക് ചടയമംഗലം മണ്ണിലേക്ക് സ്വാഗതം. ബഹുമാന്യായ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ ശ്രീ VS ശിവകുമാർ അവർ ഇവിടെ എത്തിച്ചേർന്നു. അദ്ദേഹത്തെ ഹൃദയപൂർവ്വം ചടയമംഗലം ചിത്ര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സുഹൃത്തുക്കളെ, ഞാൻ ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, കടയ്ക്കൽ ദേവീ ക്ഷേത്രത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ, ശബരിമലയെ പലവരു തകർക്കുവാൻ ശ്രമിച്ച കമ്മ്യൂണിസ്റ്റുകൾ ഈ നാടിന്റെ ഏറ്റവും വലിയ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുമ്പോൾ കേരളത്തിലെ വിശ്വാസ സമൂഹം ഇനിയും ഇവരെ വിശ്വസിക്കണമെന്നാണോ? ചടയമംഗലത്തെ കുഞ്ഞയ്യപ്പ ക്ഷേത്ര തിരുസന്നിധിയിൽ നിന്നും ആരംഭിച്ച വലിയ പ്രതിഷേധ റാലി ഈ മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിയിരിക്കുന്ന വളരെ തിരക്കുകൾക്കിടയിലും രാഷ്ട്രീയകാര്യ സമിതിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന ചുമതലയുള്ള ആരാധ്യനായ ശ്രീ VS ശിവകുമാർ അടക്കമുള്ള ആളുകളുടെ സമയത്തെ പരിഗണിച്ചുകൊണ്ടും നിങ്ങൾ ഓരോരുത്തർക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചടയമംഗലം ചിതറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും ഈശ്വര വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മുടെ നാടിനെ തകർക്കുവാൻ ശ്രമിക്കുന്ന ക്ഷുദ്ര ശക്തികൾക്കെതിരെ പോരാട്ടത്തിന്റെ ശബ്ദം ഉയർത്തി നമുക്ക് മുന്നോട്ട് പോകണം. വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഏറെ ബഹുമാന്യനായ കേരളത്തിന്റെ പ്രിയങ്കരനായിരുന്ന ദേവസ്വം വകുപ്പ് മന്ത്രി, ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ VS ശിവകുമാർ അവരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ PR സന്തോഷ്, ഈ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ബഹുമാനായ എന്റെ സുഹൃത്ത് KPCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ MM നസീർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകുമാർ,
വേദിയിൽ സന്നിഹിതരായിട്ടുള്ള DCCയുടെ ഭാരവാഹികളായ ശ്രീ ചന്ദ്രബോസ്, ശ്രീ ചിതറ മുരളി, അഡ്വക്കേറ്റ് VT സിബി, ശ്രീ സാജൻ, ശ്രീ KG സാബു, ശ്രീ ഹാഷി, ശ്രീ വാളിയോട് ജേക്കബ്, ഷമീന പറമ്പിൽ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള കോൺഗ്രസിന്റെ മറ്റ് പോഷക സംഘടനകളുടെയും ബഹുമാനരായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത തരത്തിലുള്ള കൊള്ള നടത്തിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ ചിതറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ചടയമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ സംയുക്തമായി കോൺഗ്രസ് നടത്തിയ രോഷാഗ്നി പരിപാടിയോടനുബന്ധിച്ചിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി, പൊതുസമ്മേളനം, വിശ്വാസ സംരക്ഷണ ജാഥയോടൊപ്പം ഇവിടെ നടത്തുന്നു. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കേരളത്തിലെ വിവിധങ്ങളായ പ്രദേശങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള പ്രതിഷേധ പരിപാടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഈ ശബരിമലയിൽ നടന്ന കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും ഉണ്ടാകാത്ത രീതിയിലുള്ള ഈ മോഷണം, സ്വർണ്ണപ്പാളികളും സ്വർണ്ണ വിഗ്രഹങ്ങളും കട്ടുപിടിച്ച ഈ സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ അധികാരികളുടെ നടപടികൾക്കെതിരായി വൻപിച്ച ജനമുന്നേറ്റമാണ് കോൺഗ്രസിന്റെയും UDFന്റെയും നേതൃത്വത്തിൽ വിശ്വാസി സമൂഹം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടു പോകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ശബരിമലയിൽ നമുക്കറിയാം, നേരത്തെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന കാലഘട്ടത്തിൽ ശബരിമലയിൽ നടന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അട്ടിമറിക്കുന്നതിലേക്ക് വേണ്ടി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ ആചാര ലംഘനത്തിന് വേണ്ടിയുള്ള അഫിഡവിറ്റ് കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ അന്ന് കേരളത്തിലെ വിശ്വാസികൾ മുഴുവൻ അവർ വലിയ വേദനയോടുകൂടി അതിനെ നോക്കിക്കണ്ട കാലഘട്ടത്തിലാണ് നമ്മൾ കേരളത്തിലെ കോൺഗ്രസും UDFും വിശ്വാസികളും വളരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി സംസ്ഥാനത്തുടനീളം നാമജപ ഘോഷയാത്രകളും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പദയാത്രകളും ജാഥകളും നമ്മൾ സംഘടിപ്പിച്ചു. അതുപോലെ ഈ മാസം 14-ാം തീയതി മുതൽ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ സമാപനം UDF നേതാക്കന്മാർ പങ്കെടുക്കുന്ന പരിപാടിയായി വലിയ ജാഥ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടിട്ടില്ല. ശ്രീ കെ മുരളീധരന്റെയും നേതൃത്വത്തിൽ, ശ്രീ ബെന്നി ബഹനാന്റെ നേതൃത്വത്തിൽ, ശ്രീ കൊടിക്കുന്നിൽ സുരേഷിന്റെ നേതൃത്വത്തിൽ, ശ്രീ അടൂർ പ്രകാശിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളും സഞ്ചരിച്ചുകൊണ്ട് ഈ കൊള്ളയ്ക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്കാണ് നമ്മൾ നേതൃത്വം കൊടുക്കുന്നത്. അതിലുപരിയായി ഇതുപോലെയുള്ള വിശ്വാസ സംരക്ഷണ ജാഥ, അല്ലെങ്കിൽ ഇതുപോലെ ശബരിമലയെ, നമ്മുടെ ക്ഷേത്രങ്ങളെ ഈ കൊള്ളയടിക്കുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടി ഈ ശബരിമലയിൽ നടന്ന ഈ സംഭവ വികാസങ്ങളിൽ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ടു പോകാതെ അതിന് നേതൃത്വം കൊടുത്ത മന്ത്രി വാസവൻ രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് രാജിവെക്കണം, അതിനെ പിരിച്ചുവിടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമര പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും വലിയ വേദനയുണ്ടാക്കുന്നൊരു സംഭവങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ
ഇതൊരു ഹിന്ദുമത വിശ്വാസത്തിൻ്റെതായിട്ട് മാത്രമുള്ള ഒരു കാര്യമല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെന്ന് പറയുന്നത് ഏത് മതവിശ്വാസമായിരുന്നാലും ആ മതത്തിന്റെ അന്തർലീനമായിട്ടുള്ള ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംരക്ഷിച്ചുകൊണ്ട് ആ ആരാധനാ കേന്ദ്രങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അത് ഹിന്ദുമതത്തിന്റെ മാത്രമല്ല, അത് ഇസ്ലാം മതമായിരുന്നാലും ക്രിസ്തുമതമായിരുന്നാലും അതിൽ അന്തർലീനമായിട്ടുള്ള വിശ്വാസങ്ങളെ ആചാരങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിനെ തകിടം മറിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് കഴിഞ്ഞ 9.5 വർഷക്കാലമായി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്നത്. ജനങ്ങൾ മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഒരു ഭരണത്തിന് കീഴിൽ ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, ഇതൊക്കെ ചെയ്യുമോ എന്നുള്ളതാണ്. ശബരിമല ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ലോകത്തുള്ള മലയാളികൾ മുഴുവൻ, ഭക്തരായിട്ടുള്ള ആളുകൾ മുഴുവൻ, അവിടെ ഹിന്ദുമത വിശ്വാസികൾ മാത്രമല്ലല്ലോ ശബരിമലയിൽ വരുന്നത്. ഒരു മതേതരത്വത്തിന്റെ ആസ്ഥാനമാണ്, മതേതര കാഴ്ചപ്പാടിന്റെ ആസ്ഥാനമാണ്. അത് ഉൾക്കൊള്ളുകയാണ് സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്ന ആ ശബരിമല ക്ഷേത്രം. അവിടെ ഹിന്ദുക്കൾ മാത്രമല്ല പോകുന്നത്, അവിടെ മുസ്ലിങ്ങൾ പോകാറുണ്ട്, ക്രിസ്ത്യാനികൾ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മഹത്തായ ദർശനമായ നമ്മുടെ ഇന്ത്യൻ മതേതരത്വം, ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വത്തിന്റെ ആ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ മഹനീയമായ സാന്നിധ്യമാണ് ശബരിമല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ശബരിമലയുടെ പ്രാധാന്യം ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ആ ഒരു കാഴ്ചപ്പാടിനെ തന്നെ തകർത്തെറിയുന്നതിലേക്ക് വേണ്ടിയുള്ള ഭരണകൂടങ്ങളുടെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും. അപ്പോൾ സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരു മതവിഭാഗത്തിന്റെ മാത്രം ആ ദൈവമല്ല, അവിടെ എല്ലാ ഭക്തന്മാരും എത്തിച്ചേരുന്നുണ്ട്. ആ ക്ഷേത്രത്തിൽ നടന്നിട്ടുള്ള കൊള്ള എന്തൊരു കാര്യമാണ്. കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങളല്ലേ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ നമ്മൾ കാണുകയാണ് 2019 ഈ അവിടുത്തെ വിഗ്രഹങ്ങൾ, നമുക്കറിയാം 1998 ആണ് ശബരിമലയിൽ സ്വർണം പൂശിയ പിന്നെ വിജയ് മല്യ എന്ന് പറയുന്ന വ്യവസായി അവിടെ വന്ന് സ്വർണം പൂശിയത്. അവിടുത്തെ അയ്യപ്പ ക്ഷേത്രം സ്വർണം പൂശി, അതുപോലെ തന്നെ അവിടുത്തെ ദ്വാരപാലക വിഗ്രഹങ്ങൾ സ്വർണം പൊതിഞ്ഞു, അതുപോലെ തന്നെ അവിടുത്തെ കട്ടളയും പടിവാതിലും എല്ലാം സ്വർണം പൂശി. ആ സ്വർണം പൂശി നമ്മളെല്ലാവരും പോകുന്നവരാണ്. അവിടെ ഞാൻ എല്ലാ വർഷവും ശബരിമലയിൽ പോകുന്നതാണ്. മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അവിടെ 41 ദിവസത്തിൽ മിക്കവാറും ദിവസം ശബരിമലയിലാണ് താമസം. കോടിക്കണക്കിന് ആളുകൾ വരുന്ന ആ ക്ഷേത്രത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ അന്ന് വിജയ് മല്യ ചെയ്ത ആ സ്വർണം പൂശിയത് 2019 എല്ലാവരും വായിച്ചാൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നില്ല. 2019 ദേവസ്വം ബോർഡിൽ തയ്യാറാക്കിയ മഹസറിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇത് ചെമ്പുപാളികൾ എന്നാണ് പറഞ്ഞത്. ദേവസ്വത്തിന്റെ പുറത്ത് അവർ പറഞ്ഞിരിക്കുന്ന ചെമ്പുപാളികൾ എടുത്ത് എവിടെയാണ് അത് കൊടുത്തയച്ചു? എവിടെ കൊടുത്തയച്ചു? ചെന്നൈയിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളിന്റെ കൂടെ. ഇവർക്ക് ഇതാരാണ് ഈ അധികാരമൊക്കെ കൊടുത്തിരിക്കുന്നത്? ഒന്ന്, ചെമ്പുപാളി അല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് ദേവസ്വം ബോർഡിന്റെ മഹസറിൽ തന്നെ എഴുതിയിരിക്കുക. എന്നിട്ട് ആ ചെമ്പുപാളികൾ കൊണ്ട് എവിടെയെല്ലാം കൊണ്ട് നടന്നു? ഒരു 40 ദിവസത്തോളം കാലം ലോകം മുഴുവൻ പരിപാവനമായ അയ്യപ്പസ്വാമിയുടെ ആ ക്ഷേത്രത്തിന്റെ ഓരോ ഭാഗങ്ങൾ അടർത്തിയെടുത്ത് ലോകം മുഴുവൻ കൊണ്ട് നടക്കാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കുവാനുള്ളത്. ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങളായിരുന്നാലും ശബരിമലയുടെ അവിടെ ഒരു ഇല വീണാൽ അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ദേവസ്വം ബെഞ്ചുണ്ട് ഹൈക്കോടതിയുടെ. ആ ദേവസ്വം ബെഞ്ച് ഇതറിഞ്ഞിട്ടില്ല.
അതുപോലെ തന്നെ ഇന്ന് പത്രത്തിൽ വാർത്ത വന്നു. എന്താണ് പത്രത്തിൽ വാർത്ത വന്നത്? ഇതെല്ലാം തന്ത്രി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്തു എന്നാണ് പറഞ്ഞത്. തന്ത്രി പറഞ്ഞിട്ടാണ് ചെയ്തു എന്നുള്ള തന്ത്രിയാണ് ദേവസ്വം ശബരിമല ക്ഷേത്രത്തിലെ, അത് ഏത് ക്ഷേത്രമായിരുന്നാലും അവിടെ ആ നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് അതിന്റെ അധികാരി തന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ രാജീവര് അദ്ദേഹം ഈ തന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടിയാണ് ഞങ്ങള് ഈ ടൂർ പോയി എന്നാണ് പറയുന്നത്. എവിടെ? ചെന്നൈയിൽ ഈ ജയറാമിന്റെ വീട്ടിൽ. ഇവിടെ എല്ലാം ഇത് കൊണ്ടു നടന്ന് ഇതിലേക്ക് വേണ്ടിയുള്ള അവസരം ഇവർക്ക് കൊടുക്കാൻ ഇവർക്ക് എന്ത് അധികാരമാണുള്ളത്? ദേവസ്വം ബെഞ്ചുണ്ട്, അവിടെ തന്ത്രിയുണ്ട്. തന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? തന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ഞാൻ അനുമതി കൊടുത്തിട്ടില്ല, ഈ ദ്വാരപാലക വിഗ്രഹങ്ങൾ, ശില്പങ്ങൾ കൊണ്ടുപോകാൻ, വാതിൽപ്പടികൾ കൊണ്ടുപോകാൻ ഞാൻ അനുമതി കൊടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ തടിതപ്പി രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ കള്ളന്മാർ ശ്രമിച്ചത്. പക്ഷെ അതെന്ന് പറഞ്ഞതോടുകൂടി അത് പൊളിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, അവിടെ നിന്ന് ദേവസ്വം ബെഞ്ചുണ്ട്, ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറുണ്ട്. ആരാണ്? ഒരു ജില്ലാ ജഡ്ജിയെ ദേവസ്വത്തിന്റെ കാര്യങ്ങൾ നോക്കുവാൻ സ്പെഷ്യൽ ജഡ്ജിയായി നിയമിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ സംഭവം എങ്ങനെ ഉണ്ടായി? ഇപ്പോൾ വീണ്ടും ഈ ഉണ്ണികൃഷ്ണൻ പണിക്കരെ വിളിച്ചു വരുത്തി, ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ലേ, പോറ്റിയെ വിളിച്ചു വരുത്തി ഇത് വീണ്ടും ഇത് കൊടുത്തയക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഹൈക്കോടതി ഇടപെട്ടത്. സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി റിപ്പോർട്ട് കൊടുത്തു. സ്വമേധയാ കേസെടുത്തതാണ്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡോ അതിന്റെ അധികാരികളോ കൊടുത്തതിന് സ്വമേധയാ കേസെടുത്തതാണ്. ആ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി പറഞ്ഞതെന്താ? ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചു. ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചപ്പോൾ ഗുരുതരമായ ക്രമക്കേടാണെന്ന് അവർ കണ്ടെത്തി. ആ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ കൊടുത്തു. ഹൈക്കോടതി പറഞ്ഞത് എന്താണ്? ഇത് കാട്ടുകൊള്ളയാണ് നടന്നിരിക്കുന്നത്, ഗുരുതരമായിട്ടുള്ള മോഷണമാണ് നടന്നിരിക്കുന്നത്. ഒരു പിന്നെ ശബരിമലയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കൊള്ള നടന്നിട്ടില്ല, ഏറ്റവും ഗുരുതരമാണ്. അത് ഈ മോഷണം മാത്രമല്ല. എന്താണ് മോഷണം മാത്രമല്ല എന്ന് പറയാൻ കാരണം? ലക്ഷക്കണക്കിന് വരുന്ന, കോടിക്കണക്കിന് വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസത്തെയാണ് ഈ അവിശ്വാസികളായിട്ടുള്ള ഭരണകൂടം വെല്ലുവിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതല്ലേ പ്രധാനം? അതാണ് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് ഹൈക്കോടതി തന്നെ പറഞ്ഞു, ഹൈക്കോടതി തന്നെ നിരീക്ഷണത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഏറ്റവും വലിയ കൊള്ളയാണ് നടന്നിരിക്കുന്നത്, വിശ്വാസികളെ വെല്ലുവിളിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഉന്നത തലത്തിലുള്ള അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഹൈക്കോടതി അത് ഉന്നതതല കമ്മിറ്റിയെ നിയമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സംസ്ഥാനം ഈ വിഷയവുമായി ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ശബരിമലയിൽ ദേവസ്വം മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്, അവിടെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ അവിടെ വെച്ച് തന്നെ നടത്തണം, മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി തന്ത്രിയുടെ അനുമതി വേണം, വാങ്ങിയിട്ടുണ്ടോ? ഇല്ല. സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതി വേണം, വാങ്ങിയിട്ടുണ്ടോ? അല്ല. അതുപോലെ തന്നെ മേൽശാന്തി ഇതിനോടൊപ്പം എപ്പോഴും ഉണ്ടാകണം, അത് നടന്നിട്ടുണ്ടോ? ഇല്ല. ഇതെല്ലാം കൂടി കെട്ടിപ്പറക്കി ഒരു പ്രൈവറ്റ് ആളായി പ്രൈവറ്റ് വ്യക്തിക്ക്, സ്വകാര്യ വ്യക്തിക്ക് കൊടുത്ത് അയാൾ ഇതെല്ലാം കൂടി കൊണ്ടു നടന്ന് ചെന്നൈയിൽ പോയി, ജയറാമിന്റെ വീട്ടിൽ പോയി, അവസാനം പറയുന്നു എന്താണ്? അതിന്റെ പേര് പണപ്പിരിവ് നടത്തിയിരിക്കുക. പണപ്പിരിവ് നടത്തി. ആരാണ് ഇവർക്ക് ഈ അധികാരം കൊടുത്തത്? ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അധികാരം കൊടുത്തത്? അപ്പോൾ ഇതിന്റെ പുറകിൽ ഇവിടെ ഹൈക്കോടതി ഈ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. സെപ്റ്റംബർ 14 ഹൈക്കോടതി വിധികിട്ടു. എന്താണ്? ഇതെല്ലാം തിരിച്ചു കൊണ്ടുവരണമെന്ന് വിധിയിട്ടപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ പരാതി കൊടുക്കാനാണ് ദേവസ്വം ബോർഡ് അധികാരികൾ മുന്നോട്ട് വന്നത്. അപ്പൊ ഡിവിഷൻ ബെഞ്ചിൽ പരാതി കൊടുക്കാതെ ഇതിനകത്ത് എന്തെങ്കിലും തീരുമാനമായാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച രാഷ്ട്രീയ നേതൃത്വവും പിടിക്കപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ചിൽ പരാതി കൊടുക്കാൻ പോയപ്പോൾ ഹൈക്കോടതി ഇടപെട്ട് ഈ കാര്യത്തിൽ ഉന്നതമായ അന്വേഷണം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തിരിക്കുന്നു. കേരളത്തിൽ നിയമസഭ 2-3 ദിവസക്കാലമായി ഇതിന്റെ പ്രാധാന്യം, ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിപക്ഷം, കോൺഗ്രസ്, UDF അതിശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത്. മുഖ്യമന്ത്രി 20 ദിവസമായി ഇതിനെക്കുറിച്ചൊരു മറുപടി പറഞ്ഞിട്ടില്ല.
മറുപടി പറയുന്നില്ല. എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? ഇവരൊക്കെ അവിശ്വാസികളുടെ കൂടെയാണ്. നമുക്കറിയാം, സെപ്റ്റംബർ മാസം 20-ാം തീയതി ഞാൻ ഈ ഇപ്പോഴത്തെ സംഭവങ്ങളെ കുറിച്ചൊക്കെ ഇവിടെ നസീറും മറ്റു ആളുകൾ സൂചിപ്പിക്കും. സെപ്റ്റംബർ മാസം 20-ാം തീയതി ഇവർ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തി. എവിടെയാണ്? പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം. അപ്പോൾ കുറെ വ്യക്തികൾ പിന്നെ ഹൈക്കോടതിയിൽ പോയി ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോ ഹൈക്കോടതിയിൽ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റ് എന്താ? ഹൈക്കോടതിയിൽ പറഞ്ഞത് ശബരിമലയുടെ വികസനത്തിനും ശബരിമലയുടെ സുരക്ഷയ്ക്കും വേണ്ടിയാണ് പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ ഞങ്ങൾ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന് ഈ കപട ഭക്തന്മാർ അന്ന് അവിടെ ഹൈക്കോടതിയിൽ പറഞ്ഞു. അതുകൊണ്ടാണ് ഹൈക്കോടതി അത് അനുവദിച്ചത്. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? നമ്മൾ ഈ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കുന്നില്ലേ? എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ആഗോള അയ്യപ്പ സംഗമത്തിന് എത്ര കോടി രൂപയാണ് ചെലവഴിച്ചത്? ഹൈക്കോടതിയിൽ പറഞ്ഞത് ഞങ്ങൾ ഇത് ദേവസ്വം ബോർഡിൽ നിന്നും 1 രൂപ എടുക്കില്ല എന്നാണ് പറഞ്ഞത്. ദേവസ്വം ബോർഡിൽ നിന്ന് 1 രൂപ എടുക്കില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ 8,20,00,000 രൂപ ഈ നാട്ടിലെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി, ശബരിമലയുടെ പുരോഗതിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടുന്ന 28 കോടി രൂപ അതിൽ 3 കോടി കൊടുത്തു കഴിഞ്ഞു ഏജൻസിക്ക്. അവരുടെ ഒരു ഏജൻസി ഉണ്ടല്ലോ, എന്താണ്? ഊരാളുങ്കലിന് കൊടുത്തു കഴിഞ്ഞു. ഇത് മുഴുവൻ തട്ടിപ്പാണ്, കൊള്ളയാണ്, കള്ളത്തരമാണ്. അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തെങ്കിലും കഴിഞ്ഞ 9 വർഷക്കാലമായി ഇവർ ചെയ്തിട്ടുണ്ടോ? 9 വർഷക്കാലമായി ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയട്ടെ. അപ്പോൾ ശബരി വിശ്വാസികളുടെ താല്പര്യങ്ങളെ തകർത്തെറിയുക, അത് അവരുടെ ഗൂഢമായ ലക്ഷ്യമാണ്. 2019 പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. എന്താണ്? ശബരിമലയിലെ വിശ്വാസികൾക്കെതിരായി അഫിഡവിറ്റ് കൊടുത്തപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പ്രതിഷേധിച്ചത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോ അയ്യപ്പ സംഗമം നടത്തിയത് എന്തിനു വേണ്ടിയാണ്? അയ്യപ്പ സംഗമം നടത്തിയത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ്. അയ്യപ്പ സംഗമം നടത്തിയത് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരികയാണ്. ജനങ്ങളെ പറ്റിക്കാൻ, ജനങ്ങളെ കബളിപ്പിക്കാൻ, ജനങ്ങളെ വഞ്ചിക്കാൻ, വിശ്വാസികളുടെ വിശ്വാസങ്ങളെ അവർ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ചോദിക്കട്ടെ, UDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഇവർ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരായി നമ്മൾ കൊടുത്ത അഫിഡവിറ്റിനെ മാറ്റിക്കൊടുത്തത്. ഇവർക്ക് എന്ത് വിശ്വാസമാണുള്ളത്? ഈ സംഭവങ്ങൾ ശബരിമലയിൽ ഇപ്പോൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നത് ശബരിമലയുടെ പവിത്രതയെ ഇവർ ഇല്ലാതാക്കി എന്നുള്ളതല്ലേ? ശബരിമലയിലെ ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ മുറിവുകൾ ഉണ്ടാക്കിയില്ലേ? ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കിയില്ലേ? അതല്ലേ സംഭവിച്ചത് ശബരിമലയിൽ? 2 കാര്യങ്ങളാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അയ്യപ്പ സംഗമത്തിൽ ഇവരൊക്കെ പറഞ്ഞ് വോട്ട് നേടാൻ രാഷ്ട്രീയ നാടകം കളിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ പരിപാവനമായ ക്ഷേത്രത്തെ മലീമസമാക്കിയില്ലേ? ഉണ്ണികൃഷ്ണ പോറ്റിയെ കൊടുത്തയച്ച് ഇവിടുത്തെ സ്വർണ്ണ പാളികൾ ചെമ്പാണെന്ന് പറഞ്ഞ് അത് മഹസറിലെഴുതി ഇവരെല്ലാവരും ഗൂഢാലോചന നടത്തി അയ്യപ്പ വിഗ്രഹത്തെ അടിച്ചു മാറ്റിയിട്ടുണ്ടോ എന്ന് ഈ ഹൈക്കോടതിയുടെ അന്വേഷണം വരുമ്പോൾ അറിയാം. ഇവരൊക്കെ അതിനപ്പുറത്ത് ചെയ്യില്ലേ? അവർ ചെയ്യും. ഇതൊക്കെ ചെയ്തവരെ ചെയ്യും. നമ്മളെല്ലാവരും ആ 2 ദ്വാരപാലകന്മാർ നിൽക്കുന്നത് അയ്യപ്പ വിഗ്രഹത്തിന്റേതായിട്ടുള്ള പരിപാവനതയും പരിശുദ്ധിയുമുള്ളതാണ്. അവിടെ നമ്മൾ നിന്ന് തൊഴുന്നുണ്ട്. ചുറ്റും സ്വർണം പൂശിയിട്ടുണ്ട്, മേൽക്കൂര സ്വർണം പൂശിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു രാവിൽ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ എഴുതിയ മഹസറിൽ ഇതെല്ലാം ചെമ്പാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലഘട്ടത്തിലേ നടക്കുകയുള്ളൂ. വിശ്വാസികളെ വെല്ലുവിളിക്കുകയാണ് ഇവർ. ഞാൻ പറയട്ടെ, ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് 2015 അന്ന് സുപ്രീം കോടതി ശബരിമലയുമായി ബന്ധപ്പെട്ട കേസ് വന്നത്. ആ കേസ് വന്നപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്, ബഹുമാനായ മുഖ്യമന്ത്രിയാണ്. ആ അഫിഡവിറ്റ് ഒരു സ്ത്രീ, ബോംബെയിലെ ഒരു സ്ത്രീ കേസ് കൊടുത്തു, യുവതികൾക്ക് പ്രവേശനം വേണം. സംസ്ഥാന ഗവൺമെന്റിന്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഞങ്ങൾ ക്യാബിനറ്റ് കൂടിയപ്പോൾ അതിനകത്ത് കുഞ്ഞാലിക്കുട്ടിയുണ്ട്, അതുപോലെ തന്നെ മാണിസാറുണ്ട്, എല്ലാ ഘടകകക്ഷികളുമുണ്ട്. ഞങ്ങൾ ആലോചിച്ചിട്ടൊരു തീരുമാനമെടുത്തു. കോൺഗ്രസിന്റെ നിലപാടുകൾ തന്നെയാണ്. എന്താണ്? ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കും. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുവാൻ വേണ്ടിയുള്ള അഫിഡവിറ്റ് ആ കേസിൽ നമ്മൾ സുപ്രീം കോടതിയിൽ കൊടുത്തു.
ആ അഫിഡവിറ്റ് കൊടുത്തപ്പോൾ ആ കേസ് നീണ്ടുപോയി. കേസ് UDF കൊടുത്ത അഫിഡവിറ്റിന് ശേഷമാണ് 2016 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പിന്നെ സുപ്രീം കോടതി ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം, പുതിയ ഗവൺമെന്റ് ആണല്ലോ, അഭിപ്രായം എന്താണ്? ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്ത അഫിഡവിറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ട് അഭിപ്രായമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞുണ്ട്. ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ഞങ്ങൾക്ക് ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ അഫിഡവിറ്റിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് ഞങ്ങൾക്ക്. അവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമല്ല, അവിടെ വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തിനാണ്, അവകാശങ്ങൾക്കാണ് പ്രാധാന്യമെന്ന് പറഞ്ഞുകൊണ്ട്, യുവതികളെ കേറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അതിലേക്ക് വേണ്ടുന്ന അഫിഡവിറ്റ് അവിടെ സുപ്രീം കോടതിയിൽ കൊടുത്തു. ഞാൻ അതിനെക്കുറിച്ചൊന്നും വിശദമായി പറയേണ്ട, എല്ലാവരും ചർച്ച ചെയ്ത സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തപ്പോൾ സുപ്രീം കോടതിയിൽ വിധിയുണ്ടായി. പിണറായി വിജയൻ സർക്കാർ ആ വിധി ചോദിച്ചു വാങ്ങിയതാണ്. എന്തുകൊണ്ടെന്നാൽ അത്തരത്തിലുള്ള അഫിഡവിറ്റ് കൊടുത്തത് കൊണ്ടാണ്. എന്നിട്ട് ആ അഫിഡവിറ്റ് കൊടുത്ത വിധി വന്നപ്പോൾ അവിടെ ഉണ്ടായ സാഹചര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അതിസങ്കീർണമായ പ്രശ്നങ്ങളാണ് ശബരിമലയിൽ ഉണ്ടായി. അവർക്കത് പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആക്ടിവിസ്റ്റുകളായിട്ടുള്ള സ്ത്രീകളെ അവിടെ പൊറോട്ടയും ഇറച്ചിയും കഴിച്ച് 18ാം പടിയുടെ മുകളിലൂടെ കയറ്റിയതാരാണ്? കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസിന്റെ സഹായത്തോടു കൂടിയാണ്. വിശ്വാസികളുടെ മനസ്സുകളിൽ ഉണ്ടായ ആ ഏറ്റവും ഭീകരമായിട്ടുള്ള മുറിവുകൾ, വേദനകൾ, അതാണ് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പ്രതിഫലിച്ചത്. അവിടെ അയ്യപ്പനെ, ശബരിമലയെ അശുദ്ധമായി, വിശുദ്ധമായിട്ടുള്ള പരിപാവനമായിട്ടുള്ള ക്ഷേത്രത്തെ അശുദ്ധമാക്കി ആ അഫിഡവിറ്റ് കൊടുത്ത് ചോദിച്ചു വാങ്ങിയ വിധിയിലൂടെ ശബരിമലയെ തകർക്കുന്നതിലേക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ അവരെടുത്തതുപോലെയുള്ള നടപടികളാണ് ഇപ്പോൾ ഈ സ്വർണമോഷണത്തിലൂടെ, ഈ ഈ കച്ചവടത്തിലൂടെ ഈ നമ്മുടെ സംസ്ഥാനത്ത് ഇവർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മോഷണം മാത്രമല്ല, ഇത് വിശ്വാസികളുടെ വിചാരങ്ങളെ വ്രണപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി കോടാനുകോടി വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ, അല്ലെങ്കിൽ എല്ലാ മതത്തിലുള്ള വിശ്വാസികളുടെ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി കരുതിക്കൂട്ടിയാണ് ഈ അഫിഡവിറ്റ് പിണറായി വിജയൻ ആദ്യത്തെ സർക്കാർ കൊടുത്തതുപോലെ ഇതുപോലെയുള്ള നടപടികൾ എടുക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കുറ്റക്കാരെ ശിക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്നത്? അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുമ്പോൾ വിശ്വാസികളുടെ ഏറ്റവും വലിയൊരു ആരാധനാ കേന്ദ്രമായ ശബരിമലയെ മലീമസമാക്കിയ, അശുദ്ധമാക്കിയ, കൊള്ള നടത്തിയ ഇവരുടെ നടപടികൾക്കെതിരായി കോൺഗ്രസുകാർ ശക്തമായി പ്രതികരിച്ചില്ല എങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങൾ ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ്? ഞങ്ങളുടെ വിശ്വാസമാണ്, ഒരു മതേതരമായ കാഴ്ചപ്പാടുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യമാണ് നമുക്കിവിടെ ഉള്ളത്. ഞാൻ ദീർഘമായി മറ്റു കാര്യങ്ങളെ കുറിച്ച് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അയ്യപ്പ സംഗമം നടത്തി, 8 കോടി രൂപ പാഴായി. അയ്യപ്പ സംഗമം നടത്തി 9 വർഷമായി. ഞാൻ ആ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. 9 വർഷമായി ഈ ഗവൺമെന്റ് അധികാരത്തിൽ 9.5 വർഷമായി ഒരു കല്ലെടുത്ത് വെച്ചിട്ടുണ്ടോ ശബരിമലയുടെ വികസനത്തിനു വേണ്ടി? ഈ ശബരിമല സന്നിധാനത്തോ പമ്പയിലോ ശബരിമലയിൽ എന്തെങ്കിലും വികസനം നടന്നിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ബഹുമാനായ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണെന്ന് അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന എനിക്ക് എണ്ണി പറയാൻ കഴിയും. ഒരു കാര്യം പറയട്ടെ, ശബരിമലയുടെ വികസനത്തിന് 9.5 വർഷക്കാലമായി LDF ഗവൺമെന്റ് എന്ത് ചെയ്തു എന്ന്? 9.5 വർഷം കഴിഞ്ഞപ്പോഴാണ് ആലോചിക്കുന്നത് തെരഞ്ഞെടുപ്പ് വരികയാണ്. അതുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ ഒരു നാടകം തട്ടിക്കൂട്ടി ആഗോള അയ്യപ്പ സംഗമം അത് നടത്തി. ഞാൻ ചോദിക്കട്ടെ, ആദ്യമായി ശബരിമലയുടെ വികസനത്തിന് സ്ഥലം വേണ്ടേ? ഞാൻ ആ 1-2 കാര്യങ്ങൾ നമ്മുടെ ആളുകൾ അറിയാൻ വേണ്ടി ചൂണ്ടിക്കാണിക്കുകയാണ്. 112 ഹെക്ടർ സ്ഥലം നിലയ്ക്കലിൽ ഏറ്റെടുത്തത് പ്രിയങ്കരനായ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ്. ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ്. 12 ഹെക്ടർ സ്ഥലം പമ്പ മുതൽ സന്നിധാനം വരെ നമ്മൾ ഏറ്റെടുത്തത് ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്. നാടിന്റെ വികസനം, ശബരിമലയുടെ വികസനത്തിന് അടിസ്ഥാനപരമായി വനഭൂമി വിട്ടുകിട്ടണം, അതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചപ്പോൾ അന്ന് കേന്ദ്രം ഭരിച്ചിരുന്നത് ബഹുമാനായ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്
വനഭൂമി വിട്ടുതരുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു. ഉമ്മൻചാണ്ടി അതിന്റെ പുറകിൽ നിന്നുകൊണ്ട് ആ ഭൂമി നമ്മൾ ഏറ്റെടുത്തപ്പോൾ അതിനു പകരമായി 300 ഏക്കർ സ്ഥലം ഇടുക്കിയിൽ നമ്മൾ കമ്പക്കലിൽ സൗജന്യമായി ദേവസ്വം ബോർഡിന് വിട്ടുകൊടുത്ത ഗവൺമെന്റാണ് കോൺഗ്രസിന്റെ ഗവൺമെന്റ്. അങ്ങനെയാണ് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടന്നത്. അത് കഴിഞ്ഞിട്ട് ബഡ്ജറ്റിൽ ആദ്യമായി 25 കോടി രൂപ സംസ്ഥാനത്തെ ബഡ്ജറ്റിൽ ആദ്യമായി ശബരിമലയുടെ വികസനത്തിന് അനുവദിച്ചത് കോൺഗ്രസിന്റെ ഗവൺമെന്റാണ്. ഇതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. എല്ലാ ബഡ്ജറ്റുകളിലും 25 കോടി രൂപ അനുവദിച്ചു. സ്ഥലമേറ്റെടുത്തു. അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയകുമാറിനെ അന്ന് നമ്മുടെ ഒരു മാസ്റ്റർ പ്ലാൻ നമ്മളൊന്നും ഉണ്ടാക്കിയതാ. മാസ്റ്റർ പ്ലാൻ ഇല്ലാതായി ആഗോള സംഗമം നടത്തേണ്ട കാര്യമുണ്ടോ? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഞങ്ങൾ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി. ആ മാസ്റ്റർ പ്ലാന്റെ ചെയർമാനായി ജയകുമാറിനെ വെച്ചു. പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. കോടിക്കണക്കിന് രൂപ ശബരിമലയുടെ വികസനത്തിന് നമ്മൾ കൊണ്ടുവന്നു. സംസ്ഥാന സർക്കാർ അങ്ങോട്ട് കാശ് കൊടുത്തുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, എത്ര പ്രവർത്തനങ്ങളാണ് ശബരിമലയിൽ നടന്നത്? ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ നിങ്ങൾക്കറിയാം, ഈ പമ്പ മുതൽ സന്നിധാനം വരെ 112 ഹെക്ടർ സ്ഥലം നമ്മൾ ഏറ്റെടുത്തു. നിലയ്ക്കലിൽ 112 ഹെക്ടർ സ്ഥലം നമ്മൾ ഏറ്റെടുത്തു. 10,000 വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിലേക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ നിലയ്ക്കലിൽ നമ്മൾ ഉണ്ടാക്കി. 10,000 വാഹനങ്ങൾ. അതിനുശേഷം എന്ത് വികസനം അവിടെ നടന്നു പറയട്ടെ CPM-കാർ? പമ്പ മുതൽ സന്നിധാനം വരെ 12 ഹെക്ടർ സ്ഥലം നമ്മൾ ഏറ്റെടുത്തു. ഇപ്പൊ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോകുന്ന ആളുകൾക്കറിയാം, മഴ നനയാതെ പോകാം. ഞാൻ മന്ത്രിയായിരുന്ന സമയത്താണ് അവിടെ ഈ മേൽക്കൂരയിട്ട് ആ പ്രദേശത്ത് സന്നിധാനത്ത് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നമ്മൾ കൊണ്ടുവന്നു. മരക്കൂട്ടത്തിൽ ഫ്ലൈ ഓവർ കൊണ്ടുവന്നു. ക്യൂ കോംപ്ലക്സ് കൊണ്ടുവന്നു. പമ്പ മുതൽ സന്നിധാനം വരെ പുതിയ പൈപ്പ് ലൈൻ കൊണ്ടുവന്നു. എത്ര പദ്ധതികൾ. 15 കോടി രൂപയുടെ ആശുപത്രി സമുച്ചയം പമ്പയിൽ ഉണ്ടാക്കി. ഒരു സർക്കാർ ആശുപത്രി സന്നിധാനത്തുണ്ടാക്കി. ഞാൻ ഓർമ്മിക്കുന്നില്ല എത്ര പദ്ധതികളാണ് കൊണ്ടുവന്നത്. നിലയ്ക്കലിന്റെ വികസനം, ശബരിമലയുടെ വികസനം, റോഡുകൾക്ക് വേണ്ടി കടമല പാലം എന്ന് പറയുന്ന പാലമുണ്ട്. അന്ന് PC ജോർജ് പറഞ്ഞത് 60 കോടി രൂപ മുടക്കി അവിടെ ഒരു പാലമുണ്ടാക്കി ആ പ്രദേശത്തെ ട്രാഫിക് ബ്ലോക്ക് തടയുന്നതിലേക്ക് വേണ്ടി. അവിടെയുള്ള പഞ്ചായത്തുകൾക്ക് മുഴുവൻ കോടിക്കണക്കിന് രൂപ നമ്മൾ കൊടുത്തു. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ബസ് ദേവസ്വം ബോർഡിലെ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തു. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്. അപ്പൊ ഞാൻ പറഞ്ഞത്, ശബരിമലയ്ക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാ കാലഘട്ടങ്ങളിലും മുന്നിട്ട് നിന്ന് പ്രവർത്തിച്ച് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ബഡ്ജറ്റിൽ തുക ഉൾക്കൊള്ളിച്ച് കോടിക്കണക്കിനുള്ള വികസനം നടത്തിയത് UDF ഗവൺമെന്റാണ്. 9.5 വർഷമായി ഒരു കാര്യവും ചെയ്യാതെ ജനങ്ങളെ പറ്റിക്കാൻ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചപ്പോൾ അയ്യപ്പന് തന്നെ തോന്നി, ഇവന്മാരുടെ ഈ നാടകം അവസാനിപ്പിക്കണം, ഇവന്റെയൊക്കെ കള്ളക്കളി അവസാനിപ്പിക്കണമെന്ന്. യഥാർത്ഥ ഭക്തരോടുള്ള ആ ഒരു സ്നേഹം അയ്യപ്പന് ഉണ്ടതുകൊണ്ട് ഞങ്ങളൊക്കെ ഈശ്വര വിശ്വാസികളാണ്. അതുകൊണ്ടാണ് ഇവനൊക്കെ നടത്തിയ ഈ കൊള്ള വെളിച്ചത്ത് വന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ചവറ ബ്ലോക്ക് കമ്മിറ്റിയും ആ ചടയമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയും ഈ ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി കോൺഗ്രസിന്റെ സമരപരിപാടികളിൽ ആദ്യം സംഘടിപ്പിക്കുന്നത് നിങ്ങളുടെ നേതൃത്വത്തിലാണ് എന്നുള്ളത് പ്രത്യേകമായി 2 ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയെയും MM നസീർ ഉൾപ്പെടെയുള്ള എന്റെ സഹപ്രവർത്തകരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത് ഒരു ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കർമ്മ പദ്ധതിയാണ്. നമ്മുടെ ക്ഷേത്രങ്ങളുടെ സമ്പത്തുകൾ മുഴുവൻ ഇവർ കൊള്ളയടിക്കുകയാണ്. ഇപ്പൊ BJP-കാരനെ കാണാനില്ല. എന്താണ് കാരണം? ഇന്നിപ്പോ അവിടെ 2 മണം കൂടി പിണറായി വിജയന്റെ വീട്ടിലേക്ക് പോയി. ഇപ്പൊ ഒന്നും കാണാനില്ല BJP-കാരൻ. എന്താണ് കാരണം ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രയോജനമുണ്ടായാൽ തെരഞ്ഞെടുപ്പ് വരികയില്ലേ? അതുകൊണ്ട് UDF അതിന് പ്രയോജനമുണ്ടാകുമെന്ന് പറഞ്ഞ് ഒരുത്തരെയും കാണാനില്ല. രാജീവ് ചന്ദ്രശേഖരനെ കാണാനില്ല, മുരളീധരനെ കാണാനില്ല, ആരെയും കാണാനില്ല. പണ്ടവർ പറഞ്ഞ എന്താണ്? ഇതൊരു സുവർണാവസരം എന്ന് പറഞ്ഞവരാ അവിടെ ശ്രീധരൻപിള്ള പറഞ്ഞത്. പക്ഷെ ഇപ്പോ ഇതിനെക്കുറിച്ച് ഇവരുടെയൊക്കെ ഭക്തി എന്ന് പറയുന്നത് കപട ഭക്തിയാണ്. രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ മുതലെടുക്കുന്നതിലേക്ക് വേണ്ടിയാണ്. കപടഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ആഗോള സംഗമം നടത്തിയല്ലോ. നിങ്ങൾ എന്തുകൊണ്ട്? ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ നമ്മൾ കൊടുത്ത അഫിഡവിറ്റ് ഉണ്ട്, അതാണ് ഞങ്ങൾ പിന്തുടരുന്നത് എന്ന് സുപ്രീം കോടതിയിൽ പറയാൻ
പിണറായി വിജയൻ സർക്കാർ തയ്യാറുണ്ടോ ഞങ്ങൾക്ക് ചോദിക്കാനെന്നോട് ഇത്രയും ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്. അങ്ങനെ വന്നാൽ ഇനി പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പോഴും ഒരു യുവതി കൊണ്ട് പെറ്റിഷൻ കൊടുത്താൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് കൊടുത്ത അഫിഡവിറ്റിന്റെ പേരിൽ അവരെ കയറ്റിവിടാൻ വേണ്ടിയുള്ള ശ്രമമുണ്ടാകും. നമ്മുടെയൊക്കെ പേരിൽ എത്ര കേസുകളെടുത്തു, നാമജപ ഘോഷയാത്ര നടത്തി. ആ കേസുകൾ മുഴുവൻ നിൽക്കുകയാണ്. പിൻവലിക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പൊ ഇവരുടെ ഭക്തി എന്ന് പറയുന്നത് കപട ഭക്തിയാണ്. ആ കപട ഭക്തി വെളിച്ചത്ത് കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ ഭക്തന്മാരുടെ ആരാധനാ കേന്ദ്രമായ ശബരിമലയെ സംരക്ഷിക്കുവാൻ, വിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ, അത് ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളായിരുന്നാലും ശരി, അതിനെയൊന്നും വെല്ലുവിളിക്കാതെ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടമാണ് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അതിലേക്ക് വേണ്ടി ആദ്യമായിട്ട് തന്നെ മുന്നോട്ട് വന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ചടയമംഗലം കുഞ്ഞയ്യപ്പ ക്ഷേത്ര സന്നിധിയിൽ നിന്നും മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് വിശ്വാസികളുടെ വലിയ പ്രതിഷേധ ജാഥ നയിച്ച് ഈ സമ്മേളനം സംഘടിപ്പിക്കുവാൻ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ച കേരളത്തിന്റെ പ്രിയങ്കരനായ നേതാവ് KPCC ജനറൽ സെക്രട്ടറി ശ്രീ MM നസീർ ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു. ഈ രോഷാഗ്നി എന്ന കോൺഗ്രസ് മാർച്ചിന്റെ അധ്യക്ഷൻ ശ്രീ PR സന്തോഷ്, സ്വാഗതം ആശംസിച്ച ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകുമാർ, ഉദ്ഘാടനം നിർവഹിച്ച കേരളത്തിന്റെ പ്രിയങ്കരനായ മുൻ മന്ത്രിയും ദേവസ്വം ബോർഡ് വളരെ സുദീർഘമായി സുതാര്യമായി കൈകാര്യം ചെയ്തിരുന്ന ദേവസ്വം മന്ത്രി കൂടിയായിരുന്ന മുൻ MP കൂടിയായിരുന്ന ശ്രീ VS ശിവകുമാർ, ശ്രീ D ചന്ദ്രബോസ്, ചിത്ര മുരളി, അഡ്വക്കേറ്റ് VT സിബി, ശ്രീ VO സാജൻ, ശ്രീ KG സാബു, ശ്രീ MI ഹാഷിം, ശ്രീ വാളിയോടി ജേക്കബ്, ശ്രീ ഷമീന പറമ്പിൽ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരെ, പഞ്ചായത്ത് പ്രസിഡന്റുമാരെ, പ്രിയമുള്ള സ്നേഹിതരെ, ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. ഞാൻ അത്ഭുതപ്പെടുകയാണ്. 2016 പിണറായി വിജയനെ ഇരട്ട ചങ്കൻ എന്നാണ് കേരളത്തിലെ CPMകാർ വിളിച്ചത്, LDFകാർ വിളിച്ചത്. അദ്ദേഹത്തിന്റെ ഇരട്ട ചങ്ക് ഇപ്പോഴാണ് നമ്മൾ കണ്ടത്. കാരണം ശബരിമലയിലെ സ്വാമി അയ്യപ്പനെ തൊട്ട് കളിക്കാനുള്ള അദ്ദേഹത്തിന്റെ ധൈര്യം, അതാണ് ഞാൻ ഇരട്ട ചങ്കൻ എന്ന് അദ്ദേഹത്തിനെ വിളിച്ചത്. ആർക്കും ആ ധൈര്യം ഉണ്ടാവില്ല. ഈ വിഹിതമെല്ലാം പിണറായി വിജയന്റെ വീട്ടിൽ തന്നെയാണ് എത്തുന്നത്. കേരളത്തിൽ പല മുഖ്യമന്ത്രിമാരും ഉണ്ടായിട്ടുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരായ അച്യുതമേനോന്, ഏഴംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്, PK വാസുദേവൻ നായർ, EK നയനാര്, അതുപോലെ VS അച്യുതാനന്ദൻ, ഇവരൊക്കെ മുഖ്യമന്ത്രിമാരായിരുന്ന CPMന്റെ കമ്മ്യൂണിസ്റ്റിന്റെ സഖാക്കളാണ്. ഇവരാരും ഒരു അഴിമതിക്കാരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ പറയില്ല, പാർട്ടിക്കാർ പറയില്ല. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് ആ കുടുംബം മുഴുവനും അഴിമതിയാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു, കേരളത്തിലെ പത്രമാധ്യമങ്ങൾ വിശ്വസിക്കുന്നു, കേരളത്തിലെ എല്ലാ സമൂഹങ്ങളും വിശ്വസിക്കുകയാണ്. നിങ്ങൾക്കറിയാം, സ്വർണം എന്ന് പറയുന്നത് പിണറായി വിജയനും കുടുംബത്തിനും ഒരു വീക്ക്നെസ്സാണ്. സ്വർണം സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന സ്വപ്നയെ കൊണ്ടുവന്ന് നമുക്കറിയാം, ഗ്രീൻ ചാനലിലൂടെ സ്വർണം കടത്തിയ കഥകൾ ഒട്ടേറെ വിവാദമുണ്ടാക്കി അവസാനം BJPയും നരേന്ദ്രമോദിയും കൂടി ഇപ്പൊ രക്ഷിച്ചു നിർത്തിയിരിക്കുകയാണ്. ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി എന്ന് പറയുന്നത് ചരിത്രത്തിൽ നമ്മൾ ആദ്യം കേട്ടതാണ്. അതുപോലെ തന്നെ KT ജലീൽ എന്ന് പറയുന്ന ലീഗിൽ നിന്ന് ചാടിപ്പോയ ഒരു MLA ആയി മന്ത്രിയായ KT ജലീല് മുസ്ലിങ്ങളുടെ വിശുദ്ധ ഖുർആൻ ഗ്രന്ഥമുണ്ടാക്കി അതിൽ ഈത്തപ്പഴത്തില്, വലിയ ചക്കപ്പഴം പോലെയുള്ള ഈത്തപ്പഴത്തിൽ കുരു മാറ്റിയിട്ട് അതിൽ സ്വർണം വെച്ച് കടത്തിയ ഇത് കേരളത്തിലാണ്. അപ്പൊ സ്വർണം എന്ന് പറയുന്നത് ഇവർക്കൊരു വീക്ക്നെസ്സാണ്. നിങ്ങൾ ഓർത്തു നോക്കുക, ദ്വാരപാലകരെ അവിടെ നിന്ന് മാറ്റിയെന്ന് പറഞ്ഞാൽ ദ്വാരപാലകരുടെ വിശ്വരൂപത്തെ മാറ്റിയിരിക്കുകയാണ്. ദ്വാരപാലകർ എന്ന് പറഞ്ഞാൽ അയ്യപ്പന്റെ അംഗരക്ഷകർ എന്നാണ് സങ്കല്പം.
അപ്പൊ അംഗരക്ഷകരെ മാറ്റിക്കഴിഞ്ഞാൽ ഇനിയിപ്പോ സ്വാമി അയ്യപ്പനെയും കൂടെ മാറ്റാമല്ലോ. ഇനി എന്താണെന്ന് അന്വേഷിക്കുമ്പോഴേ ഇവിടെ മലയാളത്തിലൊരു നമ്മുടെ മലയാളത്തിലൊരു പാട്ട് ഇറങ്ങിയായിരുന്നു. എന്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ എന്റെ അപ്പൻ കട്ടോണ്ട് പോയി, എന്റെ അപ്പന്റെ ബ്രാൻഡി കുപ്പി എന്റെ അമ്മച്ചി കുടിച്ചു തീർത്തേ എന്ന ഒരു പാട്ട് കേരളത്തിൽ വലിയ ഹിറ്റായ പാട്ടുണ്ട്. അതുപോലെയാണ് അയ്യപ്പന്റെ സ്വർണ്ണപ്പാളിയും അയ്യപ്പന്റെ ദ്വാരകപാലക ഇതും പാടിയും അതുപോലെ മേൽക്കൂരയും സ്വർണം പൂച്ചിയതെല്ലാം കൊണ്ടുപോയി. നിങ്ങൾക്കറിയാം, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ കോൺഗ്രസിൽ നിന്നിരുന്ന ആളാ. ഈ വ്യക്തി നിങ്ങൾ കോൺഗ്രസ് സീറ്റ് കൊടുത്ത് മത്സരിച്ച് ചെറുപ്പത്തിലെ സീറ്റ് കൊടുത്തിട്ട് ആ പാർട്ടിയെ ചതിച്ചു പോണ ഒരു വ്യക്തിയുടെ സ്വഭാവം എന്തായിരിക്കുമെന്ന് പിണറായി വിജയൻ ഇപ്പൊ മനസ്സിലായില്ലേ? എന്താണ് പിണറായി വിജയൻ? നിങ്ങൾ 2016 വന്ന് ഈ 2025 വരെ കേരളത്തെ മുച്ചൂടും മുടിച്ച ചരിത്രം മാത്രമേ ഉണ്ടായിട്ടു. കാരണം നിങ്ങൾക്ക് പിണറായി വിജയന്റെ ഫിഗർ, പിണറായി വിജയന്റെ മോന്ത, പിണറായി വിജയന്റെ ഫ്ലക്സ് ഇതൊക്കെ ഇങ്ങനെ കേരളത്തിൽ കാണിക്കണം. അതിന് കുറച്ച് PR വർക്ക് നടത്തുകയാണ്. അതിനാണ് അയ്യപ്പ സംഗമം നടത്തിയത്. നിങ്ങൾ ഓരോ സമയത്തും നിങ്ങൾ ഈ നടത്തുന്നപ്പം കോവിഡ് വന്നു, അതുപോലെ നിപ്പ വന്നു, ഇപ്പം മസ്തിഷ്ക ജ്വരം വന്നു, അമീബിയ വന്നു, അതുപോലെ ഓക്കി വന്നു. എല്ലാം പിണറായിയുടെ കാലഘട്ടത്തിലാണ് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം കോവിഡ് വന്നുകൊണ്ട് ആ കോവിഡ് അവർക്ക് രക്ഷക്കെത്തി. കാരണം കോവിഡിന്റെ മറവില് അധികാരം വീണ്ടും പിടിച്ചെടുക്കാൻ പറ്റി. എന്ത് കാര്യമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത്? ഇപ്പൊ ഏറ്റവും അവസാനം നമുക്കറിയാം, ഇവിടെ നവകേരള സദസ് എന്ന് പറഞ്ഞുകൊണ്ട് 140 ഒരു വലിയ ബസ്, ആഡംബര ബസ് ഒരുക്കി. ആ ബസ്സിൽ ലിഫ്റ്റ് വെച്ച്, അതില് കക്കൂസ് വെച്ച്, അതില് വാഷ്റൂം വെച്ച് എല്ലാം മന്ത്രിമാര് കേരളത്തിൽ 140 കറങ്ങി. എന്നിട്ട് നമ്മുടെ AK ബാലൻ പറഞ്ഞെന്താ, ഈ ബസ്സിനെ മ്യൂസിയത്തിൽ വെക്കൂന്നാണ്. ആ ബസ് ഇപ്പൊ എവിടെയാണ് കിടക്കുന്നതെന്ന് ആർക്കും അറിയാൻ വയ്യ. അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി.